നമസ്കാരം കൂട്ടുകാരെ. എല്ലാ കൂട്ടുകാർക്കും മലയാളം സ്റ്റോറീസിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ കഥകൾ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമാകുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയ പുതിയ കഥകളുടെ ലോകത്തേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. കൂട്ടുകാർ യേശുദേവനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? യേശുദേവൻ്റെ ഒരു കഥയാണ് പറയാൻ പോകുന്നത്. ഈ കഥയിൽ പറയുന്നത് നമ്മൾ പലരും അനാവശ്യമായി നുണ പറയാറുണ്ട്. ഈ പറയുന്ന നുണ എന്ന് പറഞ്ഞാൽ കള്ളം പറയുക എന്ന് പറയും. ഈ കളവുകൾ നമ്മളെ വലിയ രൂപത്തിൽ അങ്ങേയറ്റം പ്രയാസത്തിലും കഷ്ടപ്പാടിലുമാക്കും. നമ്മൾ വിചാരിക്കാത്ത തിരിച്ചടികൾ ചിലപ്പം ഈ നുണ പറയൽ കാരണമായി നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അതേപോലെ ചിലർ വലിയ സാമ്പത്തികമായി പണം കിട്ടാനുള്ള വലിയ ആർത്തിയും കാണിക്കാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഏത് രൂപത്തിലാണ് പതനവും തകർച്ചയും മരണവും സംഭവിക്കുന്നത് എന്ന് ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. യേശുദേവൻ ദൈവം ഇസ്രായേലിലേക്ക് അയച്ച ഒരു പ്രവാചകനായിരുന്നു. അദ്ദേഹം മരിച്ചുപോയവരെ ജീവിപ്പിക്കുകയും കുഷ്ഠരോഗികളെയും ഭ്രാന്തന്മാരെയും എല്ലാം ചികിത്സിച്ചുകൊണ്ട് അവരുടെ രോഗം ഭേദമാക്കി കൊടുക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. ഈ ആവശ്യത്തിന് വേണ്ടി അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദം എന്ന് ചോദിച്ചാൽ, ഹോബി എന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഇടയ്ക്കിടെ എന്ത് ചെയ്യുന്നറിയോ, നീണ്ട യാത്ര പോകും. നീണ്ട യാത്ര പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇക്കാലത്തെ പോലെ വണ്ടിയും വാഹനമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ യാത്ര പോകുന്നത് നടന്നാണ്. മിക്കവാറും കടൽക്കരയിലൂടെ, പുഴക്കരയിലൂടെ, കാടും നാടും അതിർത്തികളൊക്കെ കടന്ന് ഇങ്ങനെ യാത്ര പോകും. ഈ യാത്ര പോയി കഴിഞ്ഞാലുള്ള കാര്യം എന്താ? വഴിയിൽ വെച്ചിട്ടും അതുപോലെ തന്നെ പല നാടുകളിൽ വെച്ചിട്ടും പുതിയ പുതിയ ആളുകൾ, പുതിയ പുതിയ സ്വഭാവക്കാർ, ഇങ്ങനെ പലതും കാണാനും കേൾക്കാനും അറിയാനും പഠിക്കാനും കഴിയും. അതാണ് യാത്ര കൊണ്ടുള്ള ഗുണം. അങ്ങനെ യേശുദേവൻ ഒരിക്കലൊരു യാത്ര പോവുകയാണ്. ഈ യാത്ര പോകുന്ന സമയത്ത് അദ്ദേഹം തൻ്റെ ഭക്ഷണത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഒരു 3 റൊട്ടി പൊതിഞ്ഞുകൊണ്ട് കയ്യിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ യാത്ര പുറപ്പെട്ട് കുറച്ച് ദൂരെ എത്തിയപ്പോൾ അവിടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അയാൾ യേശുവിനോട് ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ യേശു പറഞ്ഞു, എനിക്കങ്ങനെ നിശ്ചയമൊന്നുമില്ല, ഞാൻ നീണ്ട യാത്ര പോവുകയാണ്, ചിലപ്പോൾ 3, 4, 5 ദിവസമൊക്കെ കഴിഞ്ഞിട്ടേ തിരിച്ചു വരികയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാനും വന്നോട്ടെ നിങ്ങളുടെ കൂടെ, എന്നെയും കൂടെ കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചു. ശരി, പോന്നോളൂ, സന്തോഷം. അങ്ങനെ ഇയാളും യേശുദേവനും കൂടി നടക്കാൻ തുടങ്ങി. കുറേ ദൂരം ചെന്നു. നട്ടുച്ച സമയമായി. അപ്പം യേശുദേവൻ ഇയാളോട് ചോദിച്ചു, നിനക്ക് വിശക്കുന്നില്ലേ? നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ എന്ന് ചോദിച്ചു. അപ്പം ഇയാൾ പറഞ്ഞു, നല്ല വിശപ്പുണ്ട്, ഞാനാണെങ്കിൽ ഭക്ഷണമൊന്നും കരുതിയിട്ടുമില്ല. എൻ്റെ കയ്യിൽ ഭക്ഷണമൊന്നും കരുതിയിട്ടില്ല, പെട്ടെന്നുള്ള യാത്രയായിരുന്നല്ലോ. അപ്പം യേശുദേവൻ പറഞ്ഞു, അതിന് പേടിക്കണ്ട, എൻ്റെ അടുത്ത് ഭക്ഷണം ഉണ്ടല്ലോ, നമുക്ക് ഷെയർ ചെയ്ത് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പം യേശുദേവൻ അദ്ദേഹത്തിന് മധ്യാഹ്ന പ്രാർത്ഥനയുണ്ട്. ഏത് സമയത്തും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ചിട്ട് മാത്രമേ അദ്ദേഹം ഭക്ഷണം കഴിക്കാറുള്ളൂ. അപ്പോൾ അവിടെ ഒരു പുഴവക്കത്തെത്തിയ സമയത്ത് ഈ ഭക്ഷണപ്പൊതി യേശുദേവൻ എന്ത് ചെയ്തു? ഇയാളുടെ കയ്യിൽ കൊടുത്ത്, ഭക്ഷണപ്പൊതി ബാഗോട് കൂടിയിട്ട് ഇയാളെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ പോയി എൻ്റെ പ്രാർത്ഥന നടത്തിയേച്ചും വരാം, എന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു. ഇയാൾ നേരെ
യേശുദേവൻ പ്രാർത്ഥിക്കാൻ പോയ സമയത്ത് ഇയാൾക്ക് നല്ല വിശപ്പുണ്ട്. ഇയാൾ അവിടെ ഇരുന്നു, ഒരു മരത്തിൻ്റെ ചോട്ടിലാണ്. അങ്ങനെ യേശുദേവൻ്റെ ഇയാളെ കയ്യിൽ ഏൽപ്പിച്ച ഭക്ഷണ പൊതി ഇയാൾ മെല്ലെ തുറന്ന് നോക്കി. എന്താ ഭക്ഷണം എന്നറിയണമല്ലോ. നോക്കുമ്പോൾ 3 റൊട്ടിയാണ് അതിലുണ്ടായിരുന്നത്. അപ്പം യേശുദേവൻ എന്ത് ചെയ്തു? ഇയാൾ ആലോചിച്ചു, യേശുദേവൻ ഇപ്പം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇപ്പം വന്നു കഴിഞ്ഞാൽ ഭക്ഷണം നമ്മൾ കഴിക്കാൻ തുടങ്ങും. കഴിക്കാൻ തുടങ്ങുന്ന സമയത്ത് 2 എണ്ണം യേശുദേവൻ എടുക്കുമായിരിക്കും, 1 എനിക്കും തരുമായിരിക്കും. അങ്ങനെയാണല്ലോ സാധാരണ. നമ്മൾ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കൂടുതൽ നമ്മൾ എടുക്കും, കുറച്ച് ഷെയർ ചെയ്യും. അങ്ങനെയാണല്ലോ നമ്മുടെയൊക്കെ രീതി. അതുകൊണ്ട് തന്നെ അങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്ന് ഇയാൾ ആലോചിച്ചു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇയാൾ ചിന്തിച്ചു, യേശുദേവൻ 1 റൊട്ടി എനിക്ക് തന്നാൽ എനിക്ക് വിശപ്പൊന്നും മാറത്തില്ല. അയ്യോ, അത് വലിയ കഷ്ടമാവുമല്ലോ, എന്താ ചെയ്യാമെന്ന് ഇയാൾ ഇങ്ങനെ ആലോചിച്ചിട്ട് ഇയാൾ വിചാരിച്ചു, ഓ, ഈ റൊട്ടിയൊന്നും ഇത്രയും മഹാനായ യേശുദേവൻ എണ്ണി വെച്ചതൊന്നും ആയിരിക്കില്ല. പിന്നെ ഒരെണ്ണം ഞാനെടുത്ത് അങ്ങ് തിന്നേക്കാം, യേശു ഒന്നും അറിയത്തൊന്നും ഇല്ല എന്ന് കരുതിക്കൊണ്ട് ഈ മനുഷ്യൻ എന്ത് ചെയ്തു എന്നറിയോ? 1 റൊട്ടി എടുത്ത് തിന്നു. അതിന് ശേഷം ആ പൊതി അങ്ങനെ തന്നെ എടുത്തു വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ യേശുദേവൻ പ്രാർത്ഥനയും കഴിഞ്ഞ് വന്നു. എന്നിട്ട് ഇയാളോട് പറഞ്ഞു, നമുക്ക് ഭക്ഷണം കഴിക്കാം, എൻ്റെ ഭക്ഷണ പൊതി എടുക്കുക എന്ന് പറഞ്ഞു. ഇയാൾ ആ പൊതി എന്ത് ചെയ്തു? അങ്ങനെ തന്നെ യേശുദേവൻ്റെ കയ്യിലേക്ക് എടുത്തു കൊടുത്തപ്പോൾ യേശുദേവൻ പൊതി അയച്ചു. അതിൽ എണ്ണി നോക്കാൻ 2 റൊട്ടിയേ ഉള്ളൂ. അപ്പോൾ യേശുദേവൻ ഇയാളോട് പറഞ്ഞു, ഇതിനകത്ത് 3 റൊട്ടി ഉണ്ടായിരുന്നു, 1 റൊട്ടി എവിടെ? നീ കഴിച്ചോ, നീ എടുത്തോ എന്ന് ചോദിച്ചു. ഇയാൾ പറഞ്ഞു, സത്യം ഞാൻ എടുത്തിട്ടൊന്നുമില്ല. അങ്ങനെ 2 റൊട്ടിയേ ഉണ്ടാവുള്ളൂ, നിങ്ങൾക്ക് എണ്ണം തെറ്റിയതായിരിക്കും, ഞാൻ എടുത്തിട്ടില്ല, സത്യം. ദൈവത്താണ് സത്യം? ദൈവത്താണ് സത്യം, ഞാൻ എടുത്തിട്ടില്ല. അയ്യോ, 3 ഉണ്ടായിരുന്നല്ലോ, പിന്നെ 1 റൊട്ടി എന്താ പറ്റിയേ? സാരമില്ല, പോട്ടെ, നമുക്ക് ഏതായാലും ഭക്ഷണം കഴിക്കാം, എന്നാ 1 നീ എടുത്തോ എന്ന് പറഞ്ഞ് 1 റൊട്ടി അയാൾക്ക് കൊടുത്തു. 1 റൊട്ടി യേശുദേവനും കഴിച്ചു. അപ്പോൾ യേശുദേവൻ ഇങ്ങനെ ആലോചിച്ചു, ഈ മനുഷ്യൻ ഇങ്ങനെയായാൽ പറ്റിയല്ലോ, ഇവനെ കൊണ്ടൊന്ന് സത്യം പറയിപ്പിക്കണം, ഇവൻ്റെ വായിൽ നിന്ന് തന്നെ കേൾക്കണം. കാരണം യേശുദേവൻ അറിയാം എന്ത്, ഈ റൊട്ടി എടുത്തത് ഇവനാണ് എന്ന്. അപ്പോൾ ഇവൻ്റെ വായിൽ നിന്ന് തന്നെ അത് കേൾക്കണം എന്ന് യേശുദേവൻ മനസ്സിൽ ഉറപ്പിക്കുകയാണ്. അതിനുവേണ്ടി യേശുദേവൻ എന്താ ചെയ്തതെന്നറിയണ്ടേ? അത് ഈ കഥയുടെ 2ാം ഭാഗത്തിൽ പറയാം. ഇല്ലെങ്കിൽ വീഡിയോ ഒരുപാട് നീണ്ടുപോകും. അങ്ങനെ നീണ്ടുപോയാൽ എന്താ സംഭവിക്കുക? കൂട്ടുകാരുടെ നെറ്റ് കഴിഞ്ഞു പോകും. നെറ്റ് കഴിഞ്ഞാൽ പിന്നെ കാണാൻ വീഡിയോ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ അതിൻ്റെ ബാക്കി പറയാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. നന്ദി, നമസ്കാരം.